നമസ്കാരം. ടാലി പ്രൈമിൻ്റെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെ ഡാറ്റ മൈഗ്രേഷൻ ചെയ്യാം എന്നുള്ളൊരു സെഷനാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാലി ERP9 ഡാറ്റാസ് മാത്രമേ നമുക്ക് ഡയറക്റ്റ്ലി ടാലി പ്രൈമിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും സീരീസിൽ പെടുന്ന ഡാറ്റ ആണെങ്കിൽ ആ ഡാറ്റ നമ്മൾ ആദ്യമേ തന്നെ ടാലി ERP9 വരെ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിനുശേഷം മാത്രമേ ടാലി പ്രൈമിലോട്ട് അത് മൈഗ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ആ ടാലി ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ സെലക്ട് കമ്പനി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കറിയാം. ഡിഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ ടാലി പ്രൈം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു വിൻഡോ ആണ് സെലക്ട് കമ്പനി എന്നുള്ളത്. സെലക്ട് കമ്പനിയിൽ ഞാനൊരു പെർട്ടിക്കുലർ പാത്തിലാണ് എൻ്റെ ഡാറ്റ കിടക്കുന്നതെങ്കിൽ ഞാൻ സ്പെസിഫൈ പാത്ത് വഴി ഞാൻ ആ പാത്ത് ഡിഫൈൻ ചെയ്തു. ഡാറ്റാസ് കിടക്കുന്ന ലൊക്കേഷനിലോട്ട് വന്നു. ആ ഡാറ്റ കിടക്കുന്ന ലൊക്കേഷനിൽ നിന്ന് എനിക്ക് ഓരോ ഡാറ്റയുടെ ഒപ്പം തന്നെ അവിടെ കാണിക്കുന്നുണ്ട് മൈഗ്രേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡാറ്റാസ് എല്ലാം മൈഗ്രേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ടാലി പ്രൈമിലോട്ട് യൂസ്ഫുൾ ആയിട്ട് വരില്ല. അപ്പോഴത്തേക്കും ഞാൻ ആദ്യമേ തന്നെ ഡെമോ 1 എന്നുള്ളൊരു ഡാറ്റ ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കോൺഫിഗറും മൈഗ്രേറ്റും. കോൺഫിഗർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഉള്ളിൽ ബാക്കപ്പ് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ബാക്കപ്പ് എടുക്കണമെങ്കിൽ അത് ഏത് ലൊക്കേഷനിലോട്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ബാക്കപ്പ് എടുത്തിരിക്കണം. എന്നിരുന്നാലും നമുക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻ ആണ്, അതെന്തിരുന്നാലും ചെയ്തിരിക്കണം. അപ്പോൾ കോൺഫിഗറിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയതിന് ശേഷം ആദ്യത്തെ ഓപ്ഷൻ യെസ് ആയിട്ട് തന്നെ വെക്കുന്നു. എന്നുവെച്ചാൽ ഡെസ്റ്റിനേഷൻ പാത്ത് ഞാൻ കൊടുക്കുന്നു, എൻ്റെ ലൊക്കേഷനിലോട്ട് ഞാൻ അതിനെ മാപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ C ഡ്രൈവിൽ തന്നെ ടാലി ഡാറ്റ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ ഒരു ഫോൾഡറിലോട്ട് ഞാൻ കൊടുക്കുന്നു. ഇവിടെ നിന്ന് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മൈഗ്രേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ R എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആദ്യമേ തന്നെ ആ ഒരു ഡെമോ 1 എന്ന് പറഞ്ഞ ഡാറ്റയുടെ ബാക്കപ്പ് എടുക്കുന്നു. ബാക്കപ്പ് എടുത്തതിന് ശേഷം അത് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മൈഗ്രേഷൻ അത് കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ സെലക്ട് കമ്പനിയിൽ നിന്നാണ് കയറിയിരിക്കുന്നത്, അതുകൊണ്ടിട്ട് ആ കമ്പനി ഓപ്പൺ ആയി വരുന്നു. ഇതേപോലെ തന്നെ ഒരു കമ്പനി ഓപ്പൺ ആയി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാണ് കമ്പനി എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഓൾട്ട് കെ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ നമുക്ക് സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെലക്ട് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതാണ് നേരത്തെ അതേ സ്ക്രീൻ തന്നെയാണ് സെലക്ട് കമ്പനി എന്നുള്ളത്. അപ്പോൾ ഞാനൊരിപ്പോൾ സ്പെസിഫൈ പാത്ത് കൊടുക്കുന്നു, എൻ്റെ ലൊക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ കമ്പനിയിൽ നിന്ന് നമ്മളത് മൈഗ്രേഷൻ കംപ്ലീറ്റ് ആയത് കാരണം മൈഗ്രേഷൻ റിക്വയർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഡെമോ 1. അപ്പോൾ ഡെമോ 2 ഇപ്പോഴും മൈഗ്രേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെമോ 2 കൺവേർഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡെമോ 2 ഞാൻ സെലക്ട് ചെയ്തു. നേരത്തെ പോലെ തന്നെ കോൺഫിഗറിൻ്റെ ഉള്ളിൽ ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ ടാലി ഡാറ്റ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് കൊടുത്തു. ഇത് ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി ഈ ഒരു കമ്പനിയുടെ ബാക്കപ്പ് എടുക്കുന്നു. ബാക്കപ്പ് എടുത്തതിന് ശേഷം മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കമ്പനി ഓപ്പൺ ആയിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഈ 2 ഓപ്ഷൻസും സെലക്ട് കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും നമുക്ക് ക്ലബ് ചെയ്തിട്ട് ഒറ്റ ഓപ്ഷൻ തന്നെ സെലക്ട് കമ്പനി തന്നെയല്ലേ ഞാൻ ചെയ്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ 2 സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ടുള്ള അപ്പോൾ ബേസിക് ആയിട്ട് 2 ഓപ്ഷൻസിൽ രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വരുന്നുണ്ട് ട്രബിൾ ഷൂട്ടിങ്ങിൽ എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട് മൈഗ്രേറ്റ് എന്ന് പറഞ്ഞില്ല. ഇവിടെ നിന്ന് മൈഗ്രേഷൻ ഞാൻ കൊടുക്കുകയാണ്. മൈഗ്രേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന സ്ക്രീനിൻ്റെ പേര് ശ്രദ്ധിക്കണം. അത് മൈഗ്രേറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. ആ ഒരു വിൻഡോയിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പെസിഫൈ പാത്തിൽ എൻ്റെ ഒരു പാത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ആ പാത്തിൽ ഞാൻ പ്രത്യേകിച്ച് നോക്കും. നേരത്തെ അതേ പാത്ത് തന്നെ കൊടുക്കുമ്പോഴും ഡെമോ 1 ഡെമോ 2 കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 കമ്പനീസ് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വിൻഡോയിൽ കാണിക്കുന്ന മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾ മാത്രമേ കാണിക്കുകയുള്ളൂ. ആ ഒരു മൈഗ്രേഷൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കമ്പനി ഡെമോ 3 ആണ്. ഡെമോ 3 ഞാൻ കൊടുക്കുന്നു. അതിൽ നിന്ന് കോൺഫിഗർ കൊടുക്കുന്നു. കോൺഫിഗർ കൊടുത്തതിന് ശേഷം ബാക്കപ്പ് പാത്ത് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഈ ബാക്കപ്പ് പാത്തും സെലക്ട് കമ്പനി പാത്തും ഞാൻ ഓരോ പ്രാവശ്യം കൊടുക്കുന്നതെന്ന് പറയുന്നത് രണ്ടും എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഈ സിസ്റ്റത്തിൽ ഞാൻ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡിഫോൾട്ടായിട്ടുള്ള പാത്ത് കോൺഫിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം മൈഗ്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഡെമോ 3 ഓട്ടോമാറ്റിക്കലി മൈഗ്രേറ്റ് ആവുന്നു. ബാക്കപ്പ് എടുത്തതിന് ശേഷം മൈഗ്രേറ്റ് ആവുന്നു. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി നമുക്കത് ഓപ്പൺ ആയി വരില്ല. മൈഗ്രേറ്റ് ഓപ്ഷൻ വഴി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് മൈഗ്രേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. സെലക്ട് ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കമ്പനി മൈഗ്രേറ്റ് ആയതിന് ശേഷം ഓപ്പണും കൂടെ ആയി വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you very much.